അമ്മേ, അമ്മ ഇങ്ങ് വന്നേ. അച്ചു, എന്താ മോനെ? അച്ചു, എന്ത് പറ്റി മോളെ? അച്ചു, മോളെ, അച്ചു, അച്ചു, എന്ത് പറ്റി അവൾക്ക്? അച്ചു, എനിക്ക് മോളെ, എന്ത് പറ്റി? എന്ത് പറ്റി? വെള്ളം കൊണ്ടുവാ. അതിന് വെള്ളം മുഴുവൻ കുടിച്ചു ചേർത്തല്ലേ. ഹോസ്പിറ്റലിൽ പോ, താഴോട്ടോ. മോനെ, പെട്ടെന്ന് ഓട്ടെ. മോളുടെ ഡ്രസ് എടുക്ക്, വേഗം എടുക്ക്, പെട്ടെന്ന് ഓട്ടെ. എടാ മോനെ, ഭക്ഷണം കഴിച്ചോടാ. നീ എന്താടാ ഇരുന്ന് ആലോചിക്കുന്നത്? ഇതിപ്പോ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടാണോടാ അസുഖം ഉണ്ടാകുന്നത്? ആണ്. ഇതിനൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കുറ്റക്കാരാണ്. മനസ്സിലായില്ല? ഇതിപ്പോ എന്തുകൊണ്ടാ അവൾക്ക് പെട്ടെന്ന് പനി കൂടിയത്? അതിപ്പോ ചൂടായതുകൊണ്ടല്ലേടാ. എന്തുകൊണ്ടാ ചൂടായത്? അതിപ്പോ എസിയും ഫാനും വർക്ക് ചെയ്യുന്നില്ല. ചൂട് കൂടിയപ്പോ കറണ്ടിന്റെ കൺസംഷൻ കൂടി, തന്മൂലം ഓവർലോഡും വേറെ സാങ്കേതിക കാരണങ്ങൾ കാണും വൈദ്യുതിയുടെ ലഭ്യത കുറച്ച്. ഇതിനൊക്കെ നമ്മുടെ പങ്കെന്താന്ന് അച്ഛൻ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ഉപയോഗമില്ലാത്ത സ്വിച്ച് ഓഫ് ചെയ്ത് ശീലമുണ്ടോ? റൂമിൽ സന്ധ്യക്കിടുന്ന ലൈറ്റ് ആളുണ്ടേലും ഇല്ലേലും ഇടും, എന്നിട്ട് കിടക്കാൻ പോകുമ്പോ ഓർത്താൽ ഓഫ് ചെയ്യും അല്ലേ? അതേപോലെ തന്നെ അച്ഛൻ രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പേ AC ഓൺ ആക്കിയിട്ട് പോകും. അതെന്തിന്? അതാവുമ്പോ തിരിച്ചു വരുമ്പോ തണുപ്പുള്ള മുറിയിലോട്ട് കയറി നിൽക്കാൻ. ഇതിന് രണ്ടാണ് പ്രശ്നം. ഒന്ന്, ചൂടുള്ള മുറിയിൽ നിന്ന് തണുപ്പിലോട്ട് പെട്ടെന്ന് വരുമ്പോൾ അത് ആരോഗ്യത്തിന് ദോഷമാണ്. അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റിയുടെ കൺസംഷൻ കാരണം ഉണ്ടാവുന്ന ഭൂമിക്ക് വരുന്ന ഓരോ ചേഞ്ചസ് അതും ദോഷമാണ്. ഇതെല്ലാം വലിയ പ്രശ്നങ്ങളാണ്. എന്നാലും ഇതെല്ലാം ചെറിയ ശീലങ്ങളിലൂടെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ എന്തെല്ലാം ആഘോഷങ്ങൾ നടത്തുന്നു, നമുക്ക് വസിക്കാൻ ഇടം തരുന്ന, നമുക്ക് ഭക്ഷിക്കാൻ ഭക്ഷണം തരുന്ന, നമുക്ക് തണൽ തരുന്ന ഈ ഭൂമിക്ക് വേണ്ടി നമ്മൾ എന്താണ് നമ്മുടെ ആഘോഷങ്ങളിൽ ചെയ്യുന്നത്? അതല്ലടാ മോനെ. വേണ്ട അച്ഛ, നമ്മൾ ഓരോ പിറന്നാളിലും ഓരോ വൃക്ഷത്തായി നട്ടെങ്കിൽ അതേപോലെ തന്നെ അച്ഛൻ്റെ അമ്മയുടെ ആനിവേഴ്സറി ഉൾപ്പെടെ നമുക്ക് 5 വൃക്ഷത്തായി നടാൻ പറ്റും. അതേപോലെ തന്നെ 24 ഫ്ലാറ്റുള്ള ബിൽഡിങ്ങിൽ 10 പേരിലും അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് 50 വൃക്ഷത്തായി ഈ ഏരിയ മുഴുവൻ നടാൻ പറ്റും. ഇപ്പൊ നീ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മാത്രം അറിഞ്ഞാ പോരല്ലോടാ. പോരാ, അതിന് നമ്മൾ അറിയിപ്പിക്കണം, ബോധവൽക്കരിക്കണം. നമ്മൾ ആദ്യം അതിന് മാതൃകയാവണം. മോനെ, എനിക്ക് മനസ്സിലായി. ഇതൊക്കെ നമുക്ക് എല്ലാരെയും കണ്ട് ബോധ്യപ്പെടുത്തണം. ഞാനും വരാടാ നിന്റെ കൂടെ, എല്ലാരെയും കാണാൻ. ആദ്യം നമുക്ക് സുബി അങ്കിളിനെ കാണാം. നമസ്കാരം. ഞങ്ങൾ വന്നത് ഇലക്ട്രിസിറ്റിയുടെയും ഫ്യൂവലിൻ്റെയും ബോധവൽക്കരണത്തിന് വേണ്ടിയാണ്. നമ്മൾ പുറത്തു പോകുമ്പോൾ പരമാവധി AC ഓഫ് ചെയ്തിട്ട് പോകാം. നമ്മൾ ഫ്രിഡ്ജ് തുറക്കുന്നത് അടയ്ക്കുന്നത് പരമാവധി കുറയ്ക്കുക. നമ്മൾ പുറത്തു പോകുമ്പോൾ പരമാവധി ലൈറ്റുകൾ ഓഫ് ചെയ്യുക. നമ്മുടെ വീട്ടിലെ ബൾബുകൾ പരമാവധി LED ബൾബുകളാക്കുക. വെള്ളം പഴക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വന്നതാണ്. ഓക്കെ, ശരി.